മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ പരിപാടികളെല്ലാം തുടങ്ങാം. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഞാൻ പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങനെ എൻ്റെ പുട്ട് റെഡി ആവുന്നുണ്ട്. ചെറുപയർ കറി ആയിട്ടുണ്ട്. നീല കളറുണ്ടല്ലേ. എൻ്റെ കിണറിൻ്റെ പുതിയ വലയെല്ലാം കെട്ടി ഞാൻ പുതിയൊരു ചെടി വെച്ച് അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ചെയ്ത് രാവിലത്തെ എൻ്റെ മേശയുടെ കബോർഡിൻ്റെ കോലമാണിത്. ഇത് മുഴുവനൊന്ന് വൃത്തിയാക്കണം. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേഗം വരുന്നു. അപ്പം അങ്ങനെ എൻ്റെ മേശയെല്ലാം ഞാൻ ഫുള്ള് ക്ലീനാക്കി റെഡിയാക്കി. ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ പരിപാടി. അപ്പോൾ ഇതാ മീൻ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് മീൻ അയില. അപ്പം ഞാൻ വേഗം ചായ കുടിക്കട്ടെ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് ചായ കുടിക്കട്ടെ. ഒരു മാംഗോ ബാർ. ഇപ്പൊ നല്ല മഴയാ ഇവിടെ, കാണുന്നുണ്ടോ? സൂപ്പർ മഴ. ചോറ് വെക്കാനുള്ള വെള്ളമെല്ലാം വെച്ച് ഇനി അടുത്തത് മീൻ മുറിക്കണം. മീനെല്ലാം ഇതാ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻ മുറിക്കണം. അപ്പൊ അങ്ങനെ എൻ്റെ ചോറിനുള്ള അരിയുടെ വെള്ളം തിളച്ച് അപ്പം ഞാൻ അരിയിലിട്ടിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം ചോറാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മീൻ മുറിച്ച് കഴിഞ്ഞാൽ മീൻ മുളകിടണം. മുറിച്ച് മുളക് ഇത് തിളക്കട്ടെ. അങ്ങനെ എൻ്റെ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞിതാ. ഇനി ഇതൊന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് വേഗം വരാം. നമുക്ക് മീന് വറക്കാൻ വെക്കാം. അതിന് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ട് നമുക്കിത് വറക്കാൻ വെക്കാം. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിടാം. പിന്നെ കുറച്ച് പുളിവെള്ളം. അപ്പം ഇതെല്ലാം കൂട്ടി നമുക്ക് നല്ലോണം ഇറക്കി വറക്കാൻ വെക്കാം. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിനി ഓരോ മീനായിട്ട് അപ്പം ഇത് അവിടുന്ന് പൊരിയട്ടെ. ഈ അടുത്ത പരിപാടി മീൻ മുളകിടൽ. അപ്പോൾ ഇതാ ഞാൻ ഒരു കഷ്ണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടാക്കാം.
നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഇതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേക്ക് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും. നമുക്ക് മുറിച്ച് വെച്ച മീനല്ലേ ഇതിലിടാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെക്കാം. അപ്പം അങ്ങനെ നമ്മൾ മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയട്ടെ. ഇനി അടുത്ത പരിപാടി ബീട്രൂട്ട് ഉപ്പേരി. നമുക്കിതിൽ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ബീട്രൂട്ട് മുറിച്ചിടുന്നത് അവിടെ നിർത്തി വെച്ച് നേരെ അല്ലോട്ടനെയും കൂട്ടിയിട്ട് ഡിസ്പെൻസറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീട്രൂട്ട് പിന്നെ വന്നിട്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഡിസ്പെൻസറിയിലെടുത്ത് എത്തി. അവിടുന്ന് ടോക്കണെല്ലാം എടുത്ത് പിന്നെ കുറച്ച് സമയം ഡോക്ടറെ കാണിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെല്ലാം കാണിച്ച് അവിടുന്ന് നേരെ മരുന്ന് വാങ്ങിക്കാൻ എത്തും. അങ്ങനെ മരുന്നെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ അങ്ങനെ എൻ്റെ മീൻ പൊരിച്ചതും എല്ലാം റെഡിയായി. ഇനി നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കുറച്ച് കടുകിടാം. ഇതാ കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടട്ടെ. അങ്ങനെ കടുവെല്ലാം പൊട്ടി. ഇനി ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ലഞ്ച് ടൈമായി. അപ്പം എന്തെല്ലാം നോക്കാം. ചോറ്, പിന്നെ ബീട്രൂട്ട് വറവ്, പിന്നെ രാവിലത്തെ ചെറുവാര് കറി, ഒരു മീൻ പൊരിച്ചത്, പിന്നെ മീൻ മുളകിട്ടതും, പിന്നെ കുറച്ച് അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ